അറിയോ? ഇന്നലെ അടക്കം പാർലമെന്റ് കത്തിക്കൊണ്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്താണെന്ന് അറിയോ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതാ. നിങ്ങൾക്ക് അറിയാലോ, അടുത്ത കൊല്ലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും നമ്മുടെ നാട്ടിൽ. അടുത്ത കൊല്ലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരും, അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. അവിടെ എന്തൊക്കെ ചർച്ചയാവും? അവിടെ സ്വാഭാവികമായിട്ടും ഇവിടെ ജലനിധിന്റെ വാട്ടർ പൈപ്പ് ഇങ്ങോട്ട് കൂടുതൽ നീണ്ടിട്ടില്ല, ഞങ്ങൾ വീട്ടിലേക്കുള്ള റോഡ് നന്നാക്കിയിട്ടില്ല, റോഡിന് ടാറിടാൻ ഇന്നേ വരെ ബ്ലോക്ക് പഞ്ചായത്തിനോ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ അടുത്തുള്ള പാവപ്പെട്ട ഒരു സഹോദരന്റെ വീട് നശിച്ചു, മേൽക്കൂര പൊളിഞ്ഞു വീണു, അയാളുടെ വീട് നന്നാക്കിയിട്ടില്ല. ഇതൊക്കെയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും അല്ലേ? സ്വാഭാവികമായും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതാണ് ചർച്ചയാവേണ്ടത്. അത് ചർച്ചയാവും. ആരാണോ നല്ല വീടുണ്ടാക്കി കൊടുത്തത്, ആരാണോ നല്ല വെള്ളം പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തത്, അവർക്ക് ജനങ്ങൾ വീണ്ടും ഒരു അവസരം നൽകും. വീണ്ടും ആ കക്ഷി അധികാരത്തിലേറി അവർ ചിലപ്പോൾ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ ഭരിക്കും. അതും കഴിഞ്ഞ് പിറ്റത്തെ വർഷമാണ് നമുക്ക് MLA-മാരെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരുന്നത്. അറിയുന്നുണ്ടോ? അത് കഴിഞ്ഞാൽ ഇത് അടുത്ത MLA-മാരെ തിരഞ്ഞെടുക്കാനുള്ള തെരഞ്ഞെടുപ്പ് വരാനായി വലിയ സമയമൊന്നും വേണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരും. നിയമസഭകളിലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊരു MLA-നെ തെരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെയാണ് ചർച്ചയാവുക? ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ഞാൻ കേട്ടിട്ടുള്ളത്, ഇവിടെയുള്ള ഈ പറഞ്ഞ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ച എൻ്റെ പുരയിലെ കല്യാണത്തിനോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഞാൻ കേട്ടത്. ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും. അത് ചർച്ചയാവാം, ജനങ്ങളുമായി എത്രത്തോളം ഇടപഴകുന്ന ഒരു ജനപ്രതിനിധിയാണ് എന്നത്. അതിനപ്പുറത്തേക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് വന്നിട്ടുള്ള വികസനങ്ങൾ ചർച്ചയാവും. കേരളത്തിൽ നല്ല വ്യവസായങ്ങൾ ഉണ്ടായോ? പഠിക്കാൻ നല്ല സൗകര്യങ്ങൾ ഉണ്ടായോ? പഠിക്കാൻ പോയ കുട്ടികൾക്ക് തെരുവിൽ സമരം ചെയ്യേണ്ടതായ സാഹചര്യം വന്നോ? ഗതാഗത സൗകര്യങ്ങൾ നല്ലതാണോ? വികസനം ഉണ്ടായോ എന്ന കുറേ കാര്യങ്ങൾ ചർച്ചയിൽ വരും സ്വാഭാവികമായും. അങ്ങനെ നമ്മൾ ജനങ്ങളൊരു മാർക്കിടും, ഈ നാട് ഭരിക്കാൻ ഏറ്റവും നല്ല കക്ഷി ഇവരാണ്, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ അവർക്ക് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ ഇവർക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അവിടെ ആരാണോ അധികാരത്തിൽ വരാൻ പോകുന്നത് ആ മനുഷ്യന്മാർ അധികാരത്തിൽ വരും. അങ്ങനെ കേരളത്തിലെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള ഒരു കൊട്ടിക്കലാശം കഴിഞ്ഞ് നമ്മളൊന്നും നിവർന്നു നിന്നിട്ടില്ല. പാർലമെന്റ് ഒക്കെ തുടങ്ങിയിട്ടുള്ളൂ, വിന്റർ സെഷൻ തുടങ്ങുന്നേ, ഫസ്റ്റ് വിന്റർ സെഷൻ. അങ്ങനെ അതും കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോഴേ പിന്നെന്ത് ചെയ്യും? പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് വരും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അഥവാ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ആര് ഭരിക്കണം എന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്താ ചർച്ചയാവുക? ഇപ്പൊ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു ഇന്ത്യ ഒട്ടാകെ നടന്ന ചർച്ച? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ കഴിഞ്ഞ 10 വർഷമായി BJP എന്ന് പറയുന്ന നരാധമന്മാരായ ഒരു കൂട്ടർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ സാധാരണക്കാരായ മനുഷ്യർ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും കഴിഞ്ഞു വന്ന ദേശത്ത് ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ് മനുഷ്യന്മാരെ കൊല്ലുകയാണ്. നീ മുസ്ലിമാണോ എന്ന കിടക്കെന്ന് പറഞ്ഞവനെ തല്ലാൻ അവരുടെ ടീച്ചർമാർ കുട്ടികളെ പഠിപ്പിക്കുകയാണ്. നീ ദളിതനായ മനുഷ്യനാണോ എന്നാൽ നിനക്ക് ഇവിടെ കല്യാണം കഴിക്കാൻ പോലും അർഹതയില്ല എന്ന് പറഞ്ഞ് കല്യാണ വേഷത്തിൽ ആ മനുഷ്യനെ ചവിട്ടി കൊല്ലുകയാണ്, മൂത്രം കുടിപ്പിക്കുകയാണ്. ഇന്ത്യയിലെ പുതിയ കാല സാഹചര്യങ്ങൾ ഇതാണ്. അതിനൊക്കെ പ്രോത്സാഹനം നൽകുന്ന കൂട്ടരാണ് ഈ BJP-ക്കാര്. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ വർഗീയതയെ തുരത്തുക, ജനാധിപത്യത്തെ പുനഃസ്ഥാപിക്കുക, എല്ലാ മനുഷ്യർക്കും അവകാശങ്ങൾ ഉണ്ട് എന്ന് കരുതുന്ന ഇന്ത്യ മുന്നണി പോലെ ഒരു മുന്നണിക്ക് നമുക്ക് അധികാരം നൽകണമെന്നുള്ളതായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ചർച്ച. അഥവാ ഇന്ത്യ ആര് നയിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം വർഗീയത പുറത്ത്, മതനിരപേക്ഷത അകത്ത് എന്നതായിരുന്നു. അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വേറൊരു ചർച്ച വരും. ആ ചർച്ചയിൽ ഏതാണോ നല്ല മാർക്കുള്ള കക്ഷി നോക്കിയിട്ട് നമ്മൾ ആ കക്ഷിക്ക് വോട്ട് ചെയ്യും. നമ്മളെയൊക്കെ ഒരു ഭാഗ്യം കൊണ്ട്, ഒരു പരിധി വരെ ഭാഗ്യം കൊണ്ട് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിക്ക് ഇന്ന് ഇന്ത്യ ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുന്നില്ല. ഒരു പരിധി വരെ അവർ തോറ്റു എന്ന് തന്നെ പറയാം. രാഷ്ട്രീയ സമവാക്യങ്ങളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവുന്ന ഒരു കാലം അതിവിദൂരമല്ലാതെ ചിലപ്പോൾ നമുക്ക് കാണാനും പറ്റിയേക്കാം. എന്ന് വെച്ചാൽ അതുപോലൊരു തെരഞ്ഞെടുപ്പിൽ അതാണ് ചർച്ച. ഇത്ര വലിയ കഥാപ്രസംഗം നടത്തി എന്തിനറിയോ? ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് കൊണ്ടുവരാനാണ്. ഇങ്ങനെ പലകുറി തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമ്പോൾ പലകുറിയും പല വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. അങ്ങനെയാണ് കേരളത്തിന്റെ, ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനിക്കപ്പെട്ടിട്ടുള്ളത്. ഈ രാജ്യത്ത് കേന്ദ്രത്തിന് കുറേ നിയമങ്ങൾ കൈകാര്യം ചെയ്യാൻ കേന്ദ്രത്തിന് ഒരുപാട് അധികാരങ്ങളുണ്ട്. അത് കണക്കെ ഈ സംസ്ഥാനങ്ങളായിക്കൊണ്ട് കേരളം പോലെ സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്. അത് കണക്കെ പ്രാദേശിക ഗവൺമെന്റുകൾക്ക് അഥവാ പഞ്ചായത്തിന്, ബ്ലോക്ക് പഞ്ചായത്തിന്, ജില്ലാ പഞ്ചായത്തിന് അതിൻ്റെതായ അവകാശങ്ങൾ വേറെയുമുണ്ട്. ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന, എന്നുവെച്ചാൽ കുറച്ച് ആൾക്കാർ ജനങ്ങളോട് നേരിട്ട് ഇടപെടട്ടെ, കുറച്ച് ആൾക്കാർ കുറച്ച് ദൂരത്ത് ഇടപെടട്ടെ, കുറച്ച് ആളുകൾ ഈ രാജ്യത്തെ മുഴുവനായുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റുന്ന രൂപത്തിൽ അധികാരം കൊണ്ടുപോകട്ടെ എന്നൊക്കെയാണ് രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്തിട്ടുള്ളത്. എന്നാൽ ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം തച്ചുമാറ്റിക്കൊണ്ട് ഒരൊറ്റ തിരഞ്ഞെടുപ്പ് അജണ്ടയിലേക്ക് ഇതേ BJP സർക്കാർ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് കുറെ കാലമായി പറയുന്നു കേട്ടോ, ഇന്നേ വരെ നടത്തിയെടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ വീണ്ടും അതിശക്തമായിക്കൊണ്ട് അതിനൊരു നിയമത്തിന്റെ ബില്ല് പാർലമെന്റിൽ സമർപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോവുകയാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് കേൾക്കുമ്പോൾ ഭയങ്കര രസമുള്ള കാര്യമാണ്. നമുക്ക് തന്നെ തോന്നുന്നു എല്ലാ കൊല്ലവും ഇങ്ങനെ നീച്ചു പോയി സ്കൂളിൽ വരി നിന്ന് വോട്ട് ചെയ്യണ്ടേ. കുറെ കാലം തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഒച്ചയും ബഹളമൊക്കെ കേൾക്കേണ്ടത് ഇതൊന്നും ഉണ്ടാവില്ല. ഒരൊറ്റ തെരഞ്ഞെടുപ്പ് പറഞ്ഞ ഒറ്റ പരിപാടിയിലെല്ലാം തീർന്നോളൂല്ലോ.
പക്ഷെ അത് അങ്ങനെ തീരേണ്ടുന്ന പ്രക്രിയ അല്ല. അങ്ങനെ തീർന്നാൽ ഒറ്റ ചർച്ച ഉണ്ടാവുള്ളൂ. ഇന്ത്യയിൽ മുഴുവൻ ഒരൊറ്റ ദിവസം തെരഞ്ഞെടുപ്പ് നടക്കുക, അല്ലെങ്കിൽ 2-3 ദിവസം കൊണ്ട് തെരഞ്ഞെടുപ്പ് ഒരൊറ്റ ഘട്ടമായി കൊണ്ട് നടക്കുക എന്ന് വിചാരിക്കുക. അവിടെ സ്വാഭാവികമായും എന്തേ ചർച്ച ഉണ്ടാവും? ഇന്ത്യ മുഴുവനുള്ള തെരഞ്ഞെടുപ്പാണല്ലോ. പഞ്ചായത്തിലാണെങ്കിലും, ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും, കേരള നിയമസഭയിലാണെങ്കിലും, ഇന്ത്യയുടെ പാർലമെന്റിൽ ലോക്സഭയിലാണെങ്കിലും, രാജ്യസഭയിലാണെങ്കിലും ഒരൊറ്റ സമയത്താണ് തെരഞ്ഞെടുപ്പ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഒരൊറ്റ ചർച്ച നമ്മളെ ഇടയിൽ ഉണ്ടാവുള്ളൂ. BJP വരണോ, ഇന്ത്യ മുന്നണി വരണോ? അപ്പൊ നമ്മൾ പറയും വർഗീയത വേണ്ട, ഓരോ പുറത്ത് നിൽക്കട്ടെ. അവിടെ നമ്മുടെ വീട്ടിലേക്കുള്ള കറണ്ടിന്റെ കണക്ഷൻ ചർച്ച വരൂല. നമ്മൾ വാങ്ങുന്ന ഉള്ളിന്റെയും തക്കാളിന്റെയും വില അവിടെ ചർച്ചയിൽ വരൂല. നമ്മുടെ വീട്ടിലേക്ക് റോഡ് നന്നാവാത്തത് അവിടെ ചർച്ചയിൽ വരൂല. ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയ പ്രശ്നം അടിസ്ഥാനപരമായ ഒരു വീടില്ലാത്തതാണ്. വീട് പൊളിഞ്ഞു പോയാൽ അത് നന്നാക്കാൻ സൗകര്യമില്ലാത്തതാണ്. അത് അവിടെ ചർച്ചയിൽ വരൂല. നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നും അവിടെ ചർച്ചയിൽ വരൂല. അങ്ങനെ ഒരു വിഷയത്തിന് പോലും സ്കോപ്പ് ഇല്ലാത്ത രൂപത്തിൽ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിയുടെ ആധിപത്യത്തിലേക്ക് ഇത് നയിക്കും. മെല്ലെ എങ്ങോട്ടാ കൊണ്ടുവന്നെന്നറിയോ? നമ്മൾ ഇതുവരെ പറഞ്ഞത് രാജാവ് നമ്മളാണ്, നമ്മളെ സേവിക്കുന്ന മന്ത്രിമാരാണ്, MLA മാരാണ്, മെമ്പർമാരാണ്. ഇത് മാറ്റിയിട്ടൊരൊറ്റ തിരിച്ചിടല. ഒരൊറ്റ രാജാവ് മേലിലിരിക്കും. ഒരു തെരഞ്ഞെടുപ്പ് നടത്തും, ഒരു രാജാവ് മുകളിലിരിക്കും, അടിയിലൊക്കെ പ്രജകൾ ഉണ്ടാവും. ഇന്ന് വരെ നിങ്ങൾ രാജാവാണെങ്കിൽ നാളെ നിങ്ങൾ ആരാ? പ്രജയോ അടിമയോ ആയി മാറിയേക്കാം. അതിനുവേണ്ടിയുള്ള ഒരു നിയമമാറ്റത്തിന് ഈ പാർലമെന്റ് ഒരുങ്ങുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ സർക്കാർ, പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സർക്കാർ, BJP സർക്കാർ അതിന് ഒരുങ്ങുന്നുണ്ട്. അതാണ് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ചർച്ച. നമ്മൾ അറിയുന്നില്ലേ എത്ര പേര് 1 India 1 election അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ക്യാമ്പയിനെ കുറിച്ച് കേട്ടു? ഞാൻ നിങ്ങൾ കേട്ടിട്ടില്ല എന്നൊന്നും പറയുന്നതല്ല. പക്ഷേ ഈ രാജ്യത്ത് നടക്കുന്ന ചർച്ച ഏതാ? നാളെ നിങ്ങൾ വാങ്ങുന്ന ഭക്ഷണ സാധനങ്ങളുടെ വിലയെക്കുറിച്ച് ഇവിടെ ആർക്കും ഒരു ചർച്ചയും ഉണ്ടാവില്ല. ഉള്ളിന്റെ വില 80-ലോ 90-ലോ 180-ലോ കൊണ്ടെത്തിച്ചാലും ചോദിക്കാൻ ആരുമില്ല എന്നുള്ള നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ രാജ്യത്തിന്റെ പാർലമെന്റിൽ നടക്കുക. നമ്മളിവിടെ വളരെ സുരക്ഷിതരായിക്കൊണ്ട് എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ ടിഫിനിൽ എൻ്റെ മോനെ അല്ലെങ്കിൽ മോൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷണവും കൊടുത്തയച്ച് സുരക്ഷിതരായി ഇവിടെ ഇരിക്കുകയാണ്. എത്രമാത്രം സുരക്ഷിതരാണ് നിങ്ങൾ എന്ന ചോദ്യത്തിന് എനിക്ക് ഗ്യാരണ്ടി ഇല്ല. എത്രമാത്രം സുരക്ഷിതരാണ് നിങ്ങൾ എന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയുടെ ഭാഷ നിങ്ങളുടെ വീടിനകത്തുള്ള സ്വൈര്യത്തിന്റെയും സമാധാനത്തിന്റെയും കണക്കാണെങ്കിൽ, ആ ഗ്യാരണ്ടിയുടെ ഭാഷ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണത്തിന്റെ എണ്ണമാണെങ്കിൽ, ആ ഗ്യാരണ്ടിയുടെ ഭാഷ നിങ്ങൾക്ക് സ്വന്തമായുള്ള സ്വത്തിന്റെ ലിസ്റ്റ് ആണെങ്കിൽ, മൂഢമായ വിചാരങ്ങളാണ്. എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കുടുംബമുണ്ട് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾ സുരക്ഷിതരായ ഒരു ഇന്ത്യയിലല്ല നിങ്ങൾ ജീവിക്കുന്നത്, ഒരു ലോകത്തെ അല്ല.